ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ ഫെസ്റ്റിനാണ്. കഴിഞ്ഞ ദിവസം വന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് ചേട്ടനെ കൊണ്ട് നേരെ ഇങ്ങ് പോരുന്നു കേട്ടോ. ഒരു ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി. എന്നാലേ നമുക്ക് എല്ലാം കണ്ടു തീർക്കാൻ പറ്റത്തുള്ളൂ. ഒരുപാട് ഷോപ്പ് ഉണ്ടായിരുന്നു. ഒരുപാടെന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഉണ്ട്. ഇതൊക്കെ നോക്കി നല്ല ആൻറ്റിക് ആയിട്ടുള്ള പീസസ് ആയിരുന്നു ഇവിടെ ഫുള്ളായിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ടും ഈ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ വെക്കാൻ പറ്റുന്നതായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു. ഓരോ ഷോപ്പ് ഇത് നോക്കി എന്ത് ഭംഗിയാണ് കാണാനും. എന്തൊക്കെ മോഡൽസ് ഉണ്ടോ ഇതിനകത്ത് പെയിൻറ്റിങ്. ഈ പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചതാണ്ട് ആ ഒരു ബദ്രിനാഥ് ക്ഷേത്രം, കേദാർനാഥ് ക്ഷേത്രം, അങ്ങനെ ഫുള്ള് ക്ഷേത്രങ്ങളുടെ ഈ കുഞ്ഞിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു ഫോട്ടോ. ആ ഫോട്ടോ ഒക്കെ നല്ല നല്ല രീതിയിൽ വരച്ചേക്കുന്നു കേട്ടോ. ഇത് നമ്മുടെ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേട്ടനാണ് കേട്ടോ. അവർ ഫാമിലി ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂണിറ്റിലെ പകുതി മുക്കാൽ വരെ നമ്മളിവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഒരു ടൈം കിട്ടുമ്പോൾ ഫാമിലി ആയിട്ട് ഇറങ്ങും. അതും പ്രത്യേകിച്ച് ഇത് 2 ദിവസത്തേക്ക് മാത്രമേ ഉള്ളായിരുന്നു. ഇവിടുത്തെ ഫ്ലവറാണ് ഏതൊക്കെ കളറിൽ ഏതൊക്കെ രീതിയിലുള്ള ഫ്ലവർ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അന്നേരം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇതൊക്കെ ഒരിതെങ്കിലും കിട്ടിയാൽ ഇതൊന്നും ടച്ച് ചെയ്യാനോ അതിൻ്റെ അകത്ത് കയറാനോ അങ്ങനെ നമുക്ക് വെളിയിൽ നിന്ന് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അതിന് പോലും ചെയ്തുകൂടാ. അങ്ങനെ മൊത്തത്തിൽ അത് കവർ ചെയ്ത് പിന്നെ നമ്മുടെ പട്ടാളത്തിൻ്റെ ചേട്ടന്മാരെല്ലാം അതിൻ്റെ ചുറ്റിനും ഉണ്ട്. പിന്നെ ഇതിനകത്ത് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രൈസ് സെറമണി ഉണ്ടായിരുന്നു. ഫസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ കാറാണ് കേട്ടോ. സെക്കൻഡ് പ്രൈസ് 3 സ്കൂട്ടി. എല്ലാവരും അതിൻ്റെ കൂപ്പൺ എടുത്തിട്ടുണ്ടായിരുന്നു. 100 രൂപയായിരുന്നു കൂപ്പണ്. പക്ഷെ ഒന്നും കിട്ടിയില്ല. പക്ഷെ കുറേ പേർക്ക് അതിൻ്റെ പ്രൈസ് കിട്ടി കേട്ടോ. കുക്കറ്, പിന്നെ കുറേ പ്രൈസ് ഉണ്ടായിരുന്നു. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, സൈക്കിള്, അങ്ങനെ എല്ലാം ഉണ്ട്. സ്കൂട്ടി, കാറാണ് ഹൈലൈറ്റ്. ഫസ്റ്റ് പ്രൈസ് കാറ്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ആർക്കാണെന്നറിയാം? നമ്മുടെ അഗ്നിവേറിലുള്ള ഒരു കൊച്ചിനാണ് കേട്ടോ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. അതിൻ്റെ ഭാഗ്യം, അതിൻ്റെ ലക്ക്. എല്ലാവരും ഇങ്ങനെ ആലോചിച്ചിട്ട് വരുന്നു ആർക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് അതെല്ലാം വല്ലവരും കൊണ്ടുപോയി കേട്ടോ. പക്ഷെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ മഴയായാലും വെയിലായാലും എല്ലാണോ അതിന് ചുറ്റിനും ഉണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് വെച്ച മഴ പെയ്യലായിരുന്നു. പിന്നെ കുറച്ച് നേരം കയറി നിന്നു, പിന്നെയും മഴയായിരുന്നു. പക്ഷേ ആ പ്രൈസ് സെറമണി അടിപൊളിയായിരുന്നു. ഭയങ്കര ആകാംക്ഷയായിരുന്നു എന്തെങ്കിലും കിട്ടുമോ എന്ന്. പക്ഷെ ഒന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ കുറച്ച് നേരം ഈ ഗെയിമിൻ്റെയൊക്കെ സെക്ഷനിൽ നിന്ന് ഇതെല്ലാം ഇത് കണ്ടില്ലേ, ഇതിനകത്തൊക്കെ കയറാൻ എനിക്ക് പേടി. അതുകൊണ്ട് ഞാൻ ഇതിനകത്തൊന്നും കയറത്തില്ല കേട്ടോ. ഒരു വട്ടം കയറി, അത് നമ്മൾ കൊല്ലത്ത് ഫെസ്റ്റ് നടന്നപ്പം കയറി, എനിക്ക് പണി കിട്ടി. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ കയറില്ല. പിന്നെ ഇതൊക്കെ കണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതിങ്ങനെ എടുത്തുകൊണ്ട് നിന്നത്. നമ്മളൊരു 2-2:30 ആയപ്പം പോയിട്ട് ഞങ്ങൾ വന്നത് ഒരു 7-7:30 ആയപ്പോഴാണ് നമ്മൾ തിരിച്ചിറങ്ങിയത് കേട്ടോ. അതേ കണക്ക് നമുക്ക് ചുറ്റിക്കാണാൻ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇത് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ ഭയങ്കര ഇതാണ്. പിന്നെ ഗെയിം സെക്ഷനായിരുന്നു. ഓരോ ഗെയിം എൻ്റെ പൊന്നോ, ഞാൻ കളിച്ച് കണ്ടിട്ട് കണ്ടില്ല. ഇങ്ങനെ എറിയുന്ന ഒരു ഗെയിം കുറേ നേരം ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ആർക്കെങ്കിലും കിട്ടുമോ, 2-3 പേർക്കൊക്കെ പ്രൈസ് കിട്ടുന്ന കണ്ടു. പിന്നെ നമ്മൾ അതൊക്കെ കണ്ടു. പിന്നെ ഞാനൊരു ഗെയിം കളിച്ചു. പക്ഷേ അതിനകത്ത് ഞാനും ജിംബ്രും കൂടി 2 പോയിൻറ്റിന് തോറ്റുപോയി. നമ്മൾ എന്തൊക്കെയോ തരത്തിലുള്ള ഗെയിം, അതിനെന്തൊക്കെയോ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുമ്മാ പോയി നിന്ന് നോക്കി വായി നോക്കിയിട്ട് ഞങ്ങൾ ഇനി പോരുന്നു. ഞങ്ങൾ ഇതിനകത്തൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കണ്ടു, അതേ കണക്ക് തിരിച്ചിറങ്ങി. എല്ലാം പൈസയുടെ കളികളാണ് കേട്ടോ. നമ്മൾ പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങളെ പറ്റിക്കാൻ വേണ്ടി കുറേ കടകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വലിയവർക്ക് വേണ്ടിയും അവർ കുറേ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. അതേ കണക്കാണ് പൈസ പോകുന്നത്. ഈ ഒരു ഗെയിമൊക്കെ കളിക്കുന്നതിന് 100 രൂപയാണ് ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. തിരക്കെന്ന് പറഞ്ഞാൽ അതേ കണക്ക് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷേ എല്ലാവരും ഇതിനകത്തെല്ലാം കയറി എല്ലാവരും ഇതിനകത്തൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം ഗെയിംസിൻ്റെ പരിപാടിയാണ് ഒരു സെക്ഷൻ മൊത്തം. പക്ഷെ നമുക്കിതെല്ലാം ഇങ്ങനെ കണ്ട് നടക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. ഈ കൊച്ച് അതിൻ്റെ പപ്പ അതിനിങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കാണിച്ചു കൊടുക്കുക. പക്ഷെ അത് 2-3 വട്ടം അതിനകത്ത് കൊള്ളിച്ചു കേട്ടോ. ഞാൻ കുറേ നേരം അവനിങ്ങനെ നോക്കിയിരുന്നു, അവൻ ചെയ്യുന്നുണ്ടോ എന്ന്. പക്ഷെ അവരുടെ പപ്പ പറഞ്ഞു കൊടുത്താൽ കൊച്ച് അത് നല്ലപോലെ ചെയ്തു കേട്ടോ. പിന്നെ ഞാനും എൻ്റെ ജിംബ്രും കൂടി ഗെയിം കളിച്ചെന്ന് പറഞ്ഞില്ലേ, ഇതാണ് ഗെയിം. 24 കിട്ടുമായിരുന്നെങ്കിൽ ഒരു പ്രൈസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയത് 22 ആണ്. അതിനകത്ത് ഞങ്ങൾ പൊട്ടി പാളീഷായി. അതിനകത്ത് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പിന്നെ ഞാനും ജിംബ്രും കൂടി കുറച്ച് നേരം അവിടെ എല്ലാം വാങ്ങി നോക്കി. പിന്നെ അവനെ 2-3 റൈഡിനകത്തൊക്കെ കയറ്റി കളിപ്പിച്ചു. പിന്നെ വരുന്നത് നമ്മുടെ ഫുഡിൻ്റെ സെക്ഷനാണ് കേട്ടോ. നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൗത്തിൻ്റെ രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. വേറെ ജ്യൂസ് ഐറ്റംസ്, എന്തൊക്കെ രീതിയിലുള്ള ഫുഡുണ്ടോ അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ചുറ്റി നടന്ന് നമുക്ക് തിന്നായിരുന്നു.
പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ കറങ്ങി ഓരോ കാഴ്ചകളും ഒക്കെ കണ്ട് നമുക്ക് സമയം പോകുന്നതേ അറിയത്തില്ല. നമ്മളതല്ലേ ഓരോ ഫെസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും മോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോയാൽ നമുക്ക് സമയം പോകുന്നത് അറിയത്തില്ല. അതാ ജിംബ്രൂന് ഇന്നലെ ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് ഞാൻ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന് മോന് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് ഇന്നൊരു കാറൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ജിംബ്രൂസിന്. ഇതാണ് നമ്മുടെ പ്രൈസ് സെറമണി നടന്ന സ്ഥലം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചേട്ടാ ബൈ.